ഐശ്വര്യ അമ്മയിലുള്ളിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് അൻസിബ ഉണ്ട്, മറുവശത്ത് ശ്വേതാ മേനൻ. അൻസിബയ്ക്ക് നേരിട്ടൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ശ്വേതാ മേനൻ്റെ അടുത്ത് പോകുന്നു. ശ്വേതാ മേനൻ ആ വിഷയം ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എന്താ പറയുക, ഇവിടെ അത് പറയേണ്ട യാതൊരുവിധ ആവശ്യമില്ല എന്നുള്ളത് പറയുന്നു. ശരിക്ക് അത് പറയേണ്ടത് അമ്മയിൽ തന്നെയാണ്. അതിനുശേഷം പിന്നീട് പലതരത്തിൽ പ്രശ്നങ്ങൾ വരുന്നു, വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ശ്വേതാ മേനോടക്കം 17 അംഗങ്ങൾ രാജിവെക്കുന്നു. അമ്മ എന്ന് പറഞ്ഞ പാർട്ടി, എന്താ പറയുക, ആ ഒരു സംഘടന ചരിത്രത്തിൽ ആദ്യമായി, ഇതിന്റെ മുമ്പ് വലിയ തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എന്താ പറയാ, ഇപ്പൊ ഞാനൊക്കെ കാണുന്നത്, ഇത്ര വലിയ പൊട്ടിത്തെറി കാണുന്നത് ഇപ്പോഴാണ്. മുമ്പ് തിലകനും പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്ന് പറഞ്ഞൊരു ഗൂഢോത്ര സംഘടനയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടെന്നുള്ളത്. അദ്ദേഹം എന്തായാലും ജീവിച്ചിരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ പല മാധ്യമ പ്രവർത്തകരും, മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരും എടുത്ത് മുമ്പോട്ട് വരുന്നുണ്ട്. അന്ന് പറഞ്ഞ അതേ സാധനം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ അൻസിബ പല കാര്യങ്ങളും പറഞ്ഞായിരുന്നു. അപ്പം അതിനുശേഷം പിന്നീട് അഡ്ഹൂർ കമ്മിറ്റി വരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു കോൺഗ്രസ് MLA, പാലക്കാട് MLA തന്നെ നേരിട്ട് നേതൃത്വം കൊടുക്കുന്നു. അതിനുശേഷം പ്രശ്നങ്ങളെല്ലാം ഏറെക്കുറെ പരിഹരിച്ചു എന്ന് പറയപ്പെടുന്നു. പക്ഷെ ഇപ്പോൾ ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞൊരു നടി വീണ്ടും അൻസിബക്കെതിരെ പല ആരോപണങ്ങളെ മുമ്പോട്ട് വരുന്നുണ്ട്. അത് അവർ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അവർ, എന്താ പറയുക, പല ആൾക്കാരായിട്ട് ബന്ധമുണ്ടെന്നോ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അൻസിബക്കെതിരെ. സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പൊ അമ്മയിൽ ഇത്തരത്തിൽ രമേശ് പിഷാരുടെ നേതൃത്വത്തിൽ ഇനി പരസ്പരം വിഴിക്കലക്കൽ വേണ്ട എന്നുള്ളതും അതെല്ലാം നിർത്തിവെക്കണം എന്നുള്ളതും, പുതിയ കമ്മിറ്റി വരുന്നവരേക്ക്, താൽക്കാലിക കമ്മിറ്റി ഏകദേശം 4 മാസമാണ് അതിന് കാലയളവുള്ളത്. 4 മാസം മുതൽ 1 വർഷം വരെ കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും ഇതെല്ലാം രമേശ് പിഷാരനേക്കും ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്തതിന് അപ്പുറത്തോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ? ഉറപ്പായിട്ടും ഇപ്പോൾ ഫവാസ് പറഞ്ഞതുപോലെ ഈ വിഴുപ്പലക്കുകൾ നിർത്തിക്കോളൂ, ഇനി ആരും മാധ്യമ ഇന്റർവ്യൂസിൽ പോയിരുന്നിട്ട് അമ്മയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യണ്ട, അല്ലെങ്കിൽ ഇത് മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുത്ത് ഇതാക്കണ്ട എന്ന് രമേശ് പിഷാരടി ഇടപെട്ട് പറഞ്ഞിരുന്നതാണ്. മുതിർന്ന അംഗമൊക്കെ ആയിട്ടുള്ള മാലപ്പാർവതി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു ഇത്തരത്തില് വീണ്ടും നമ്മൾക്ക് ഇത് പുറമേ ചർച്ച ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കണ്ട എന്നുള്ള രീതിയിൽ അവരൊക്കെ ഒതുങ്ങിയിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന നടി വീണ്ടും ഒരു ഇന്റർവ്യൂ ആയിട്ട് മുന്നിലേക്ക് വരികയാണ് ചെയ്തത്. ശരിക്കും അമ്മയിലുള്ളത് അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. അമ്മയ്ക്ക് അകത്ത് നടന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇപ്പൊ അൻസിബ എന്ന് പറയുന്ന, ഇപ്പോ ഈ പറയുന്ന പോലെ ശ്വേതമേനോനൊക്കെ രാജിവെക്കാൻ ഇടയായ സാഹചര്യം പോലും ഉണ്ടായത് അവിടെ കണക്കുകൾ കൃത്യമായിട്ടും അൻസിബ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടി ഇല്ലാതായതിനെ തുടർന്നാണ്. പക്ഷെ അതിനുള്ള ഉത്തരമായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ, അത് ക്യാൻ മീഡിയയിൽ കൊടുത്ത ഇന്റർവ്യൂ തന്നെ എടുത്ത് പറയാം, അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരുന്ന് അതിന് വിശദീകരണം കൊടുക്കുമ്പോൾ അൻസിബ ഉന്നയിച്ച ചോദ്യങ്ങൾ, മാധ്യമങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ, എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ആ ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ ഇവിടെ ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിശദീകരണം എന്നുള്ള വാക്ക് പൂർണ്ണമാവുള്ളൂ. പക്ഷെ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന നടി വന്നിരുന്ന് പറഞ്ഞത് ഒരു വാക്ക് പോലും ഈ അൻസിബ ഉയർത്തിയ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അമ്മയിലെ അംഗങ്ങളുടെ ആ ഒരു മീറ്റിങ്ങിൽ ഉയർന്നു വന്ന ചോദ്യങ്ങൾ, ഈ കണക്കിലെ ക്രമക്കേടുകൾ, ഇത്തരത്തിൽ യാതൊരുവിധ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലക്ഷ്മിപ്രിയയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ മാലാപാർവതി മാമൊക്കെ പറഞ്ഞതുപോലെ അവർ പറയുന്നത് കൃത്യമായിട്ടും 20 മിനിറ്റ് നീണ്ട അൻസിബയുടെ പ്രസംഗത്തിന്റെ ആ സമയത്ത് ഉത്തരം മുട്ടിപ്പോയാണ്. എന്ന് വെച്ചാൽ അതിന് ഉത്തരം ആരും കൊടുക്കാനുണ്ടായിരുന്നില്ല. ട്രഷറർ വിളിച്ചു, അയാൾക്ക് ഉത്തരവില്ല. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞു ഇത് ക്വാളിഫൈഡ് അക്കൗണ്ട് മാത്രമാണ്, അല്ലാതെ ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ എവിടെയും ഇവർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്തൊരു കാര്യത്തില് പിന്നീട് വന്ന് മാധ്യമങ്ങളെ കാണാനുള്ള ഒരു തൊലിക്കെട്ടി കാണിക്കുമ്പോൾ ഇതിനുള്ള ഉത്തരങ്ങളുമായിട്ട് വേണമായിരുന്നു വരാൻ. അതെ, മുമ്പ് അമ്മയിൽ ചോദിച്ച പല ചോദ്യങ്ങൾക്കും യാതൊരുവിധ ഉത്തരം പറയുന്നില്ല. ഇനിയിപ്പോൾ ഇൻ കേസ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ വിളിക്കുകയാണെങ്കിൽ തന്നെ അവിടെ ചോദിച്ച പല കാര്യങ്ങൾക്കുള്ള കൗണ്ടർ അറ്റാക്കുമായിട്ടായിരിക്കും സ്വാഭാവികമായിട്ട് ഒരാൾ വരേണ്ടത്. ഇതിപ്പോൾ അതില്ലാണ്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്യാന്നുള്ള രീതിയിലോട്ട് മാത്രമാണ് ഉത്തരമില്ലാണ്ട് വരുമ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നത് അവരെ ടാർണിഷ് ചെയ്യുക, അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാന്നുള്ളത് മാത്രമാണ് അവർക്ക്. അത്തരത്തിലേക്ക് അധപ്പതിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവരുടെ നിലവാരം എന്താണെന്നുള്ളത്. അതായത് ഒരു ഉത്തരമെങ്കിലും ലക്ഷ്മിപ്രിയയുടെ അത്രയും നീണ്ട ഇന്റർവ്യൂ, 2 എപ്പിസോഡുകൾ വന്നു കഴിഞ്ഞു. ആദ്യത്തെ എപ്പിസോഡ് തന്നെ 50 മിനിറ്റിലധികം ഉണ്ട്. അതിൽ എവിടെയെങ്കിലും ഒരു ഉത്തരം ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങൾ കുറച്ചും കൂടി ഒന്ന് വില വെച്ചേനെ ഈ പറയുന്ന വിഷയത്തിൽ കുറച്ചെങ്കിലും. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഇന്റർവ്യൂ വന്നതിന് ശേഷം ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഇന്റർവ്യൂ കൊടുത്ത ആളെയും ലക്ഷ്മിപ്രിയക്ക് പിന്നിലുള്ള, അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയ ആരെയൊക്കെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള അത്രയും ആളുകളും അങ്ങേയറ്റം ചെളിക്കുണ്ടിലേക്ക് പോയ ഒരവസ്ഥയായി. വെച്ചാല് ഒരാളെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. അതിൽ പറയുന്നത് ആ കുട്ടി മദ്യപിക്കും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മിഥിലാജ് എന്ന് പറയുന്ന ഒരു ആൺ സുഹൃത്തുമായിട്ട് ഹോട്ടലിൽ കഴിഞ്ഞു, 4 മണിക്ക് ഹോട്ടലുകാർ പിടിച്ചു, അതിന്റെ CCTV വിഷ്വൽസ് ഇവരുടെ കയ്യിലുണ്ട്. അവിടെ നിന്ന് ഷീബ എന്ന് പറയുന്ന ലേഡി വിളിച്ചു പറഞ്ഞു
അതിനുശേഷം അവർ കന്യാകുമാരിയിൽ പോയി 3 ദിവസം തങ്ങി. അത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പോലും സമ്മതിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 18 വയസ്സായ ഒരു വ്യക്തിയാണ്, അവർക്ക് അവരുടേതായ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അവർ പോയിട്ടുണ്ടോ ഇല്ലയോ അതിലേക്കൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമേ ഇല്ല. അത്തരം കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ഇന്റർവ്യൂ നീട്ടിക്കൊണ്ട് പോവാന്ന് പറയുന്നത് അതിലും നാണം കെട്ട എന്ത് പരിപാടിയാണ് ഉള്ളതെന്ന് അറിയില്ല. അതിനുശേഷം ഇവർ പറയുന്നുണ്ട്, ഞാൻ എവിടെ സാവിത്രി ബാർ ഹോട്ടലിൽ പോയിട്ട് അവരെ താമസിച്ചിട്ട് അതിനുശേഷം അവിടെയും 4 മണിയായപ്പോൾ ഈ മിഥിലാജ് എന്ന് പറയുന്ന ആള് ചെന്നു. എനിക്കറിയില്ല ഈ മിഥിലാജ് എന്ന് പറയുന്ന ആൾ എല്ലാ ദിവസവും വെളുപ്പിന് 4 മണിക്ക് മാത്രം ഈ അൻസിബ താമസിക്കുന്ന ഹോട്ടലുകളിലേക്ക് ചെല്ലുന്നു. ഇവിടെയൊക്കെ വെച്ച് ലക്ഷ്മിപ്രിയ അറിയുന്നു. ഇതൊക്കെ എന്ത് കഥയാണെന്ന് അറിയില്ല. എന്തായാലും ലക്ഷ്മിപ്രിയക്ക് ഇവിടെ കന്യാകുമാരിക്ക് പോകാനായിട്ട് 3000 രൂപ എൻ്റെ കയ്യിൽ നിന്നും തപ്പിപ്പെറുക്കി ഞാൻ കൊടുത്തു എന്നാണ് ഈ പറയുന്ന ലക്ഷ്മിപ്രിയ പറയുന്നത്. ഇത് എന്തൊരു അതിലെ മാധ്യമപ്രവർത്തകനാണല്ലോ. നമ്മുടെ ക്യാൻ മീഡിയയിൽ ഇരുന്ന് ഈ ലക്ഷ്മിപ്രിയനെ ഇന്റർവ്യൂ ചെയ്യുന്ന സുരേഷ് എന്ന് പറയുന്ന ആള് കുറച്ച് ഗൗരവകരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾ തന്നെയാണ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറച്ചും കൂടി ഇതായിട്ട് ചോദിക്കുമ്പോൾ, ഗൗരവമായിട്ട് തന്നെ ചോദിക്കുമ്പോൾ ലക്ഷ്മിപ്രിയ പറയുന്നത്, എൻ്റെ കുഞ്ഞിന് ചോക്ലേറ്റ് വാങ്ങാൻ പോലും 1 രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാ ചില്ലറയും തപ്പി പെറുക്കി അവർക്ക് കന്യാകുമാരിക്ക് പോകാൻ കാശ് കൊടുത്തു. അതായത് ഇവർക്ക് രണ്ടുപേർക്കും കൂടി പോകാനായിട്ട് കാശ് കൊടുത്തു. എൻ്റെ കുഞ്ഞിന് ചോക്ലേറ്റ് വാങ്ങാൻ പോയപ്പോൾ എനിക്ക് ജിപേ പോലും ഉണ്ടായിരുന്നില്ല, പേ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെയൊക്കെ അത്തരത്തിലൊക്കെ പറയുമ്പോൾ ശരിക്കും ആ ഇന്റർവ്യൂ ഭയങ്കര കോമഡി ആവുകയാണ്. എന്താണ് അമ്മയിൽ നടന്നത്? ഇത്രയും കൗണ്ടർ പോയിന്റ്സ് ഇല്ലാണ്ട് വന്ന് തിരിച്ചൊരു മീഡിയയെ ഫേസ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല. എന്തുകൊണ്ട് ഈ മാധ്യമപ്രവർത്തകൻ തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഉത്തരം ഇതല്ല എന്ന് പറയേണ്ട ഒരു സാമാന്യ മര്യാദ അവർ എന്തുകൊണ്ട് കാണിച്ചില്ല എന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ അൻസിബയെ ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസിന്റെ ഒക്കെ താഴെ വരുന്നുണ്ട് PR, അൻസിബയുടെ PR ആണോ നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് ചോദിച്ചിട്ട്. പക്ഷെ അൻസിബ എന്ന് പറയുന്ന കുട്ടിയുടെ ഭാഗത്തെ ന്യായങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. അൻസിബ ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് തെറ്റെന്ന് പറയാൻ നമുക്ക് അവിടെയും നമ്മൾ പറയും. പക്ഷെ ഇവിടെ അൻസിബ ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ പറ്റാണ്ടിരുന്നുകൊണ്ട് ഇത്തരം ടാർണിഷിംഗ് മാത്രം നടത്തിക്കൊണ്ട് അൻസിബയുടെ PR ആണോ എന്ന് ചോദിക്കുന്നവരോട് പുച്ഛം മാത്രമാണ് തോന്നുന്നത്. അൻസിബയുടെ ഒരു കാര്യത്തിനെങ്കിലും, അൻസിബ ഉന്നയിച്ച ചോദ്യത്തിന് ഒരെണ്ണത്തിനെങ്കിലും ഉത്തരം തരൂ ആദ്യം. അവിടെ നടന്നത് അതിന് പകരം എന്തൊക്കെയാണ് ഇത്രയും മണിക്കൂറുകൾ നീണ്ട ഇന്റർവ്യൂവിൽ എവിടെയെങ്കിലും ആളുകൾക്ക് ചിരിക്കാൻ വകയല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ഗൗരവകരമായിട്ടുള്ള കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ കൃത്യമായിട്ടും ആ കുട്ടിയെ പറ്റി പറയുന്നത്, അൻസിബയെ പറ്റി പറയുന്നത് വെച്ചിട്ട് അവര് ഇന്നലെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. സ്ത്രീത്വം അപമാനിച്ചു, അല്ലെങ്കിൽ ഡിഫമേഷൻ കേസാണ്. ഡിഫമേഷൻ ആയതുകൊണ്ട് തന്നെ കോടതിയിലേക്കായിരിക്കും പോവുക. പക്ഷെ അതിനപ്പുറത്തേക്ക് വകുപ്പുകൾ അതിലുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും അത്തരത്തിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനു മുമ്പ് ലക്ഷ്മിപ്രിയക്കെതിരെ കൊടുത്ത കേസിന്റെ വാദം എനിക്ക് തോന്നുന്നു ജൂലൈ 5 മറ്റേ എടുക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ലക്ഷ്മിപ്രിയ സ്വന്തമായിട്ട് കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഒരുപാട് ഇങ്ങനെ ഒരാൾക്ക് ഉത്തരം കൊടുക്കാനില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് അയാളോട് വെറുപ്പാണ്. പിന്നെ അയാൾ വൃത്തികെട്ടവനാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയാൾ അങ്ങോട്ട് അടിച്ച് താഴ്ത്തി 10 പേരോട് പറഞ്ഞ് മനസംതൃപ്തി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അതിന്റെ ലീഗൽ വശങ്ങൾ അറിയാത്തത് കൊണ്ടാണോ അതോ ആരെങ്കിലും ലക്ഷ്മിപ്രിയയെ കുഴിയിൽ ചാടിക്കുന്നതാണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ വന്നിരിക്കുന്നത്, ഈ ലക്ഷ്മിപ്രിയ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അൻസിബ ഹസൻ എന്ന് പറയുന്ന കുട്ടി, അല്ലെങ്കിൽ ആ ലേഡി മിഥിലാജ് എന്ന് പറയുന്ന ഒരു പുരുഷനുമായിട്ട് ഇതുപോലെ കണ്ടു 4 മണിക്ക് ഹോട്ടൽ റൂമിനകത്ത് അവരിരുന്നത് കൊണ്ട് എന്താണ് തെറ്റെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പുറമേ നിന്ന് നോക്കുന്നവന്റെ കണ്ണിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു മനോവികാരം അല്ലെങ്കിൽ ഭാവന അനുസരിച്ചിട്ട് നമുക്ക് എന്തും പറയാം. അപ്പുറത്തെ റൂമിൽ എന്താ നടക്കുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. പകരം അവിടെ വേറെ എന്തെങ്കിലും നടക്കണമെന്നും പറയാം. അത് നമ്മൾ നോക്കുന്നവന്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ലക്ഷ്മിപ്രിയയുടെ കാഴ്ചപ്പാടനുസരിച്ച് ലക്ഷ്മിപ്രിയ അങ്ങ് വിചാരിച്ചു. അതിനകത്ത് പറയുന്നൊരു ഡയലോഗ് തന്നെയുണ്ട്, ജനിച്ചു വീണ കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ വന്ന് വാതിൽ തുറന്നു. ജനിച്ചു വീണ കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെയൊക്കെ വന്ന് വാതിൽ തുറന്നു എന്നൊക്കെ ചുമ്മാ അങ്ങ് പറഞ്ഞ് തട്ടിയതാന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും അങ്ങ് ആൾക്കാർ വിചാരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ മോശമായിട്ടുള്ള കുറെ കാര്യങ്ങൾ വെച്ച് ലക്ഷ്മിപ്രിയ കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിഥിലാജിന്റെ ഒരു പോസ്റ്റ് ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് അവിടെ കൊണ്ട് കളി മാറുന്നുണ്ട് ശരിക്കും. അൻസിബ തിരിച്ചു പറയുന്നത് പോയിന്റുകളാണ്, ലക്ഷ്മിപ്രിയ തിരിച്ചു പറയുന്നത് ചെളിവാരി എറിയലാണ്, സ്വന്തം കുഴി കുഴിക്കലാണ്. പക്ഷെ മിഥിലാജിന്റെ പോസ്റ്റ് ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കുറെ ആരോപണങ്ങൾ തന്നെയാണ്. ഇത്തരത്തിലൊരു ആരോപണം ഈ ഒരു സന്ദർഭത്തിൽ പുറത്ത് പറയണം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി പങ്കുവെക്കണം എന്നുണ്ടെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാണ്ട് ഇത്തരത്തിലിരുന്ന് പറയുമോ എന്നുള്ളത് സംശയമുള്ള കാര്യമാണ്. മിഥിലാജിന്റെ പോസ്റ്റ് ഞാൻ വായിക്കാം. അൻസിബ, സത്യം മറച്ചു വെച്ച് നീ ആരെയാണ് സംരക്ഷിക്കുന്നത്? ലക്ഷ്മിപ്രിയ വിഷയത്തിലെ നിന്റെ മൗനം ആപത്താണ്. പ്രിയ അൻസിബ, നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരം നിന്റെ മൗനത്തിലുണ്ട്. ഇത്രയേറെ അനുഭവിച്ചിട്ടും ആരെ സംരക്ഷിക്കാനാണ് നീ ഇനിയും സത്യങ്ങൾ മറച്ചു വെക്കുന്നത്? ലക്ഷ്മിപ്രിയയുമായുള്ള വിഷയത്തിൽ നിന്റെ നിലപാടുകൾ പലപ്പോഴും അവ്യക്തമാണ്. ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നീ ഇനിയെങ്കിലും തയ്യാറാകണം.
അതായത് അൻസിബ ആയിട്ട് കണ്ടു എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് മിഥിലാജ് എന്ന് പറയുന്നത്. അയാളുടെ തന്നെ പോസ്റ്റാണ്. റാസൽ ഖൈമയിലെ കാന്താരി റെസ്റ്റോറൻറ്റിൽ, അവിടെ മുതലാണ് കഥ തുടങ്ങുക. റാസൽ ഖൈമയിലെ കാന്താരി റെസ്റ്റോറൻറ്റിൽ 2025 നവംബർ 2 നടന്ന പരിപാടിയിലേക്ക് ലക്ഷ്മിപ്രിയയുടെ കൂടെ വരാൻ നിന്നെ ക്ഷണിച്ചിരുന്നല്ലോ. ആ ക്ഷണം നീ എന്തുകൊണ്ട് നിരസിച്ചു എന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? സിനിമാ മേഖലയിൽ ചില വ്യക്തികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ സംഘത്തിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പങ്കുണ്ട് എന്ന വിവരം നീ അറിഞ്ഞതു മുതലാണോ നിന്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്? ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ നീ എന്തുകൊണ്ട് മടിക്കുന്നു? അതായത് ലക്ഷ്മിപ്രിയയുടെ പരാതിയായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കും. ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ പരാതി കൊടുത്ത് സ്റ്റേഷനിൽ വരുത്തിച്ചത് അൻസിബ അയച്ച ഒരു മെസ്സേജിന്റെ പേരിലാണ്, ഓർക്കുന്നുണ്ടല്ലോ. അതിൽ അൻസിബ അയച്ച മെസ്സേജ് ഇത്രയേ ഉള്ളൂ: ചേച്ചി ദുബായിൽ വെച്ച് അവിടെ പോയപ്പോൾ ഒരു ഫോട്ടോ എടുത്തിരുന്നു, എൻ്റെ ഒരു ആദ്യ ഫ്രണ്ട് പറഞ്ഞു, എന്തോ ഒരു തരത്തിലൊരു ഫോട്ടോ എടുത്തിരുന്നു എന്ന് മാത്രമാണ് ചോദിച്ചത്. മോശം രീതിയിലുള്ള ഫോട്ടോ എന്ന് പറഞ്ഞിട്ടില്ല, എന്ത് ഫോട്ടോ എടുത്തു എന്ന് മാത്രം ചോദിച്ചപ്പോൾ തന്നെ ലക്ഷ്മിപ്രിയ പാനിക് ആവുന്നു. അതിന്റെ പിന്നാലെ അത് ഏത് ഫോട്ടോയാണ് മോളെ, ആരാണ് മോളെ, ആരാണ് അയച്ചു തന്നത്, ആര് കണ്ടു എന്ന് ചോദിച്ച് പിന്നാലെ നടക്കുന്നു. അത് പറയാത്തതിന്റെ പേരിൽ ഇവരെ അൻസിബയെ പോലീസ് സ്റ്റേഷൻ വരെ കയറ്റുന്നു. അവരുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഈ മെസ്സേജ് കണ്ട് തെറ്റിദ്ധരിച്ചു, ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ വരെ എത്തിക്കുന്നു. സാധാരണഗതിയിൽ ഒരു ഫോട്ടോ എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തില് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ട ആ ഒരു ഭയപ്പാട് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം ആദ്യം മുതലേ ഉണ്ട്. അതിന്റെ ഒരു ഉത്തരമാണ് മിഥിലാജിന്റെ ഈ ഒരു പോസ്റ്റിൽ ആരോപണം വരുന്നത്. നമുക്കറിയില്ല സത്യാവസ്ഥ, ആരോപണമാണ്. മിഥിലാജാണത് കൂടുതൽ തെളിവുകൾ പുറത്തു വിടേണ്ടത്. എന്തായാലും ദുബായിൽ പോയപ്പോൾ ഫോട്ടോ എടുത്തിരുന്നോ എന്ന വളരെ ലളിതമായ ചോദ്യം ചോദിച്ചതിനാണ് ലക്ഷ്മിപ്രിയ നിനക്കെതിരെ കേസ് നൽകിയത്. ആ പരാതിയുടെ ഉള്ളടക്കം എന്താണ് എന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ നീ തയ്യാറുണ്ടോ? അന്ന് റാസൽ ഖൈമയിൽ നടന്ന സംഭവങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വരുമെന്ന ഭീതിയിലാണോ ലക്ഷ്മിപ്രിയ ഇത്തരം ഒരു കേസിന് മുതിർന്നത്? തന്റെ രഹസ്യങ്ങൾ നിന്റെ കൈവശമില്ല എന്ന് ഉറപ്പുവരുത്താനാണോ അവർ നിയമത്തെ കൂട്ടുപിടിച്ചത്? നമ്മൾ പറഞ്ഞതിലേക്ക് തന്നെ കാര്യങ്ങൾ വരികയാണ്. ഒരു ഫോട്ടോ എടുത്തു, റാസൽ ഖൈമയിലേക്ക് അന്ന് ക്ഷണിച്ചു എന്ന് പറയുന്നുണ്ട്. റാസൽ ഖൈമയിലെ റെസ്റ്റോറൻറ്റ്, കാന്താരി റെസ്റ്റോറൻറ്റിലേക്ക് ഈ പറയുന്ന ലക്ഷ്മിപ്രിയ അൻസിബയെ ക്ഷണിച്ചു. അൻസിബ എന്തുകൊണ്ടോ പോയില്ല, പകരം വേറെ ഒരു സുഹൃത്ത് പോയി എന്നും പറയുന്നുണ്ട്. അപ്പൊ അവര് പോയി തിരിച്ചു വന്ന ആ കുട്ടി അവിടെ എന്തായിരുന്നു നടന്നതെന്ന് ഒരുപക്ഷെ അൻസിബയോട് പറഞ്ഞിട്ടുണ്ടാവാം. നമ്മുടെ ഊഹങ്ങളാണ്. അൻസിബ പോകേണ്ടിയിരുന്നാണല്ലോ. അൻസിബയും പോയിരുന്നെങ്കിൽ അൻസിബയ്ക്ക് ഒരു വലിയ ആപത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കാം ഇത്. ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഫോട്ടോയുടെ കാര്യം അവർ ചോദിച്ചിട്ടുണ്ടാവുക. ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ മിഥിലാജ് പറയുന്നതും ഇതാണ്: റാസൽ ഖൈമയിലേക്ക് നിന്നെ വിളിച്ചത് ചതിക്കാനായിരുന്നു, അത് നീ നിരസിച്ചതിന്റെ ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ കയ്യിൽ അതിന്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു കേസുമായിട്ട് അവർ മുന്നോട്ട് പോയതെന്ന് പച്ചയ്ക്ക് തന്നെ പറഞ്ഞു വെക്കാണ് മിഥിലാജ്. അതിനുശേഷം അവർ പറയുന്നുണ്ട്, അത് ആദ്യത്തെ തന്നെ ആ നിയമത്തെ കൂട്ടുപിടിച്ചത് തന്നെ അത്തരത്തിലെ തെളിവുകൾ നിന്റെ കയ്യിലില്ല എന്ന് ഉറപ്പ് വരുത്താനാണ്. അതായത് കേസ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോലീസുകാരുടെ മുമ്പിൽ ഈ പറയുന്ന പർട്ടിക്കുലർ ഫോട്ടോ ഇവർ വെക്കേണ്ടി വരുമല്ലോ. ആ ഫോട്ടോ ഇവളുടെ കയ്യിലില്ല, അല്ലെങ്കിൽ അൻസിബയുടെ കയ്യിലില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെ ആയിരിക്കില്ല അപ്പൊ ലക്ഷ്മിപ്രിയക്ക് ഉണ്ടായിരുന്നിരിക്കുക. അല്ലെങ്കിൽ ചുമ്മാ വെറുതെ ഒരു ഫോട്ടോ ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ തന്നെ കേസ് കൊടുക്കുക. ആ കേസ് പോലീസ് ഇത്രയും കാര്യമായിട്ട് പോലീസുകാർ പൊട്ടന്മാരാണോ ശരിക്കും? ഇതിൽ കേസ് എടുക്കാനും വിളിച്ചു വരുത്താനുള്ള എന്ത് വകുപ്പാണ് അതിനകത്തുള്ളത്? ഒന്നും ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോലീസ് ഇവരെ വിളിച്ചു വരുത്തുക, ഇതിനകത്ത് ആ കയ്യിൽ അങ്ങനെ ഒരു ഫോട്ടോ ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ട് പറഞ്ഞു വിടുക എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മുതലേ നമുക്ക് തോന്നുന്ന സംശയങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നീട് ഇവർ പറയുന്നത്, കൂടാതെ ലക്ഷ്മിപ്രിയയുടെ സുഹൃത്തായ ആശ തൃപ്പൂണിത്തറ നിനക്ക് നൽകിയ വിവരങ്ങളും ശ്രദ്ധേയമാണ്. ആശ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന ലക്ഷ്മിപ്രിയയുടെ സുഹൃത്ത് അൻസിബയ്ക്ക് എന്തൊക്കെയോ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് മിഥിലാജ് പറയുന്നത്. മകളുടെ പേരിൽ നടത്തുന്ന സൊസൈറ്റിയുടെ മറവിൽ നടക്കുന്ന മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ അറിഞ്ഞ നിമിഷം മുതലാണോ നിങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചത്? പിന്നീട് ചോദിക്കുന്നത്, ഈ സാമ്പത്തിക തിരിമറികൾ എന്തുകൊണ്ട് നീ ഇതുവരെ പുറത്തറിയിച്ചില്ല? മിഥിലാജ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മിഥിലാജിന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ചോദിക്കുന്നത്. അപ്പോൾ അൻസിബയും ഇനി ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയുമായിരിക്കാം ഒരുപക്ഷെ. അൻസിബ, ഇനിയും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. ടിനി ടോമിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിലെ നിന്റെ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നു, നിന്റെയും നിന്റെ അഭിഭാഷകന്റെയും അനുവാദത്തിനായി ഇനിയും കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറായില്ല. ആ പരാതിയുടെ പകർപ്പ് ഞാൻ പുറത്തു വിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാതിയുടെ, അതായത് ലക്ഷ്മിപ്രിയയുടെ പരാതിയുടെ പകർപ്പും കൂടി മിഥിലാജ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി പങ്കുവെച്ചിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ പറയുന്ന പോലെ 4 വരിയിൽ കൊടുത്ത പരാതി അല്ലത്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഭർത്താവ് ഉപദ്രവിച്ചു എന്നതടക്കം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി പുറത്തുവിട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സാറിന്റെ കുടുംബജീവിതത്തിലെ ഭർത്താവിന് മൂലം
സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു ഒറ്റ മെസ്സേജ് കൊണ്ട്, ഈ ഒരു മെസ്സേജ് കൊണ്ട് എങ്ങനെയാണ് കുടുംബജീവിതം തകരുന്നത്? അല്ലെങ്കിൽ തന്നെ കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ വരുന്നത്, ഭർത്താവ് ഉപദ്രവിച്ചു ഈ മെസ്സേജ് കണ്ട് തെറ്റിദ്ധരിച്ചിട്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൽ തെറ്റിദ്ധരിക്കാൻ പാകത്തിന് ആ മെസ്സേജിൽ എന്താ ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നീട് ഭർത്താവ് ഉപദ്രവിച്ചെങ്കിൽ അയാൾക്കെതിരെ ഭർത്താവിനെതിരെ കേസ് എടുക്കേണ്ടതല്ലേ? അതില്ല, ചേട്ടനെ തൊടണ്ട, ജയശേട്ടനെ തൊടണ്ടെന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, ചേട്ടൻ, നമ്മൾ കുലസ്ത്രീയാണ്, നമ്മളെ തല്ലാനുള്ള അധികാരമൊക്കെ ഉണ്ട് ചേട്ടന്മാർക്ക്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ ആ വിഷയം അവിടെ തീർന്നു. പക്ഷെ ഇത്രയും 4 വരിയിൽ കംപ്ലൈന്റ് കൊടുത്തുള്ളൂ എന്ന് പറയുന്ന ആളുടെ വലിയൊരു കംപ്ലൈന്റ് തന്നെ മിഥിലാജ് പുറത്തു വിട്ടിരിക്കുകയാണ്. പിന്നെ മിഥിലാജ് ഇതുപോലെ ആരോപിക്കുന്ന ഫേസ്ബുക്ക് വഴി ഇത്തരത്തിലൊരു പോസ്റ്റ് ഒരു സ്ത്രീക്കെതിരെ, ലക്ഷ്മിപ്രിയക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഇടണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കയ്യിൽ പ്രൂഫ് ഇല്ലാതെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഇപ്പോൾ ലക്ഷ്മിപ്രിയ പറഞ്ഞ പോലെ മിഥിലാജും അൻസിബയും കൂടി ഒരു ഹോട്ടലിൽ താമസിച്ചെങ്കിൽ പോലും അത് ലീഗലി തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. പ്രായപൂർത്തിയായ 2 പേരാണ്. അവരൊരു റൂമിൽ താമസിച്ചുകൊണ്ട് എന്താണ് കുഴപ്പം? അതിനകത്ത് ഇമ്മോറലാണ് നടന്നത് എന്ന് വിചാരിക്കുന്നവരുടെ കാഴ്ചപ്പാടിനെ തിരുത്താനൊന്നും നമ്മൾ ആളല്ല. എന്താണെങ്കിലും അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല, ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ ഈ മിഥിലാജ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇത്തരം ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അത് വ്യവസ്ഥകളെ എല്ലാം ബാധിക്കുന്നതാണ്. ലക്ഷ്മിപ്രിയയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്ന വിഷയങ്ങളാണിത്. അതായത് ചെറിയ ചെളിവാരി റീലുകൾ ഇപ്പൊ ചെന്ന് നിൽക്കുന്നത് വലിയ വലിയ തട്ടിപ്പുകളുടെ അങ്ങേയറ്റത്തേക്കാണ്. ദുബായ് മാഫിയ ബന്ധങ്ങളും അതിനപ്പുറത്തേക്കുള്ള മണി ലോണ്ടറിങ് അടക്കമുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ ശരിക്കും ചെറിയ മീനല്ല. പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരം ആരോപണങ്ങൾ, അമ്മായിയമ്മ പോരെന്നൊക്കെ നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഫവാസ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ, തിലകൻ സാറ് പറഞ്ഞതുപോലെ, അമ്മയ്ക്കകത്ത് അമ്മ ശരിക്കും ഒരു മാഫിയ കേന്ദ്രമായിരുന്നു എന്ന് വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. അമ്മയെ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്, AMMA എന്ന് പറയുന്ന അമ്മയെ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ലക്ഷ്മിപ്രിയയ്ക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണം ശരിയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടുതൽ തെളിവുകൾ ഇനി അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും. ഇപ്പോൾ അൻസിബയുടെ സമ്മതത്തിന് നോക്കി നിൽക്കുന്നില്ല എന്ന് മിഥിലാജ് തന്നെ പറയുന്നു. അപ്പൊ ഈ കേസിന്റെ എല്ലാ വഴികളും വേറെ രീതികളിലേക്ക് പോവുകയാണ്.